A person buys a mobile phone from a shop for Rs 7,800. The shopkeeper makes a profit of 20% at the cost price. What is the cost price of the mobile phone? അതായത് ഒരു മൊബൈൽ കടക്കാരൻ അയാൾ ഒരു മൊബൈൽ വിറ്റു. എത്ര രൂപയ്ക്ക്? 7,800 രൂപയ്ക്ക് വിറ്റു. അയാൾക്ക് 20% ലാഭം കിട്ടി. അയാൾ ആ മൊബൈൽ വാങ്ങിച്ചതിനേക്കാൾ അയാൾ ആ മൊബൈൽ കൊടുത്തപ്പോൾ, വാങ്ങിച്ച വിലയേക്കാൾ കൊടുത്തപ്പോൾ അയാൾക്ക് 20% ലാഭം കിട്ടി. അപ്പോൾ അയാൾ വാങ്ങിച്ച പ്രൈസാണ് കോസ്റ്റ് പ്രൈസ്. അയാൾ 20% ലാഭത്തിലാണ് വേറൊരാൾക്ക് കൊടുത്തത്. അപ്പോൾ 7,800 രൂപയ്ക്കാണ് കൊടുത്തത്. ഇനി നമുക്ക് ആ കൊടുത്ത വിലയാണ്, അല്ലെങ്കിൽ അയാൾ മൊബൈൽ ഫോൺ വാങ്ങിച്ച വിലയാണ് നമുക്ക്, ആ ഷോപ്പ് കീപ്പർക്ക് എത്ര രൂപയ്ക്കാണ് ആ മൊബൈൽ ഫോൺ കിട്ടിയതെന്ന വിലയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഈ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. കോസ്റ്റ് പ്രൈസിൻ്റെ ഇക്വേഷനിൽ വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ ഇക്വേഷനിലാണ് ഇട്ടേക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനുള്ള 100 പ്ലസ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് നമുക്ക് എത്രയാണെന്ന് അറിയത്തില്ല. അപ്പോൾ ബാക്കി വാല്യൂസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ വാല്യൂ എക്സ് എന്നിട്ടു. ഇപ്പോൾ 100 പ്ലസ് പ്രോഫിറ്റ് ആകുമ്പോൾ 20%. ഇപ്പോൾ 120 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 7,800. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ബാക്കി ചെയ്യുന്നു. 120x ഈക്വൽ ടു ഈ 100 ഇപ്പുറം വരും. അപ്പോൾ 7,800 ഇൻറ്റു 100 എക്സ് ഈക്വൽ ടു 7,800 ഇൻറ്റു 100 ഡിവൈഡ് ബൈ 120. നമുക്കത് കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് 1,300 ഇൻറ്റു 5 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ 6,500 എന്നാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 6,500 ആണ്. ഇനി നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് ആ ഇക്വേഷനിലോട്ട് ഇട്ട് നോക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ആ ഇക്വേഷനിലോട്ട് നമ്മുടെ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഉണ്ട്, പ്രോഫിറ്റാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ആ പ്രോഫിറ്റിൻ്റെ ഇക്വേഷനിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ തിരിച്ചിടുമ്പോഴത്തേക്ക് കോസ്റ്റ് പ്രൈസ് ഇൻറ്റു പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ 100 എന്ന് വരും. ഈക്വൽ ടു 6,500 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 100 1,300 എന്ന് കിട്ടും. അപ്പം നമുക്ക് വേണമെങ്കിൽ നേരത്തെ വാല്യൂ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 6,500 പ്ലസ് 1,300ൻ്റെ ആൻസർ തന്നെയാണോ, അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന ആൻസർ 7,800 എന്ന് തന്നെ കിട്ടും. നമ്മുടെ ആദ്യത്തെ വാല്യൂ തന്നെ കിട്ടും. നമ്മുടെ കോസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 6,500.